ഓക്കെ, വരട്ടെ അടുത്ത്. എനിക്ക് പേഴ്സണലി എൻ്റെ കരിയറിൽ ലൂക്ക എന്ന് പറയുന്നത് ഒരു മൈൽ സ്റ്റോൺ ഫിലിമാണ്. ഇറ്റ്സ് എ വെരി വെരി സ്പെഷ്യൽ ഫിലിം ടു മീ. തനിക്ക് അറിയാവുന്ന പോലെ. കാരണം ഇന്ന് ആൾക്കാർ എന്നെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു മെയിൻ റീസൺ ഈ സിനിമയാണ്. അപ്പം കാര്യങ്ങളൊക്കെ നന്നായി നടന്നതിൻ്റെ ഒരു മെയിൻ റീസൺ താനാണ്. അപ്പം താങ്ക് യു ടൊവിനോ ഫോർ ബീങ് ലൂക്ക. ശരിക്കും ലൂക്ക 2014 ഞങ്ങൾ സംസാരിച്ച് ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. അതിനുശേഷം അതിൽ ഓരോ ആൾക്കാരായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് വന്നു. അപ്പോൾ അഹാനയൊക്കെ ഏകദേശം എനിക്കൊന്ന് 2 വർഷമെങ്കിലുമായിട്ട് ഈ സിനിമയുടെ ഭാഗമായിട്ട് ഉണ്ട്. 2 വർഷത്തിൽ കൂടുതലുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് എല്ലാവർക്കും നമ്മൾ തറവായിട്ട് പഠിച്ച ഒരു സബ്ജക്റ്റ് എക്സാം എഴുതുന്ന പോലെയായിരുന്നു. കാര്യം ഇത്രയും കാലമായിട്ട് നമുക്ക് അറിയാവുന്ന എൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ ഒക്കെ വെച്ച് ആ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആൾ വരിക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക സംശയമായിരുന്നു അന്ന് സമയത്ത്. കാര്യം കുറച്ച് വേറൊരു സിനിമ തുടങ്ങുമ്പോൾ തന്നെ നായകൻ മരിച്ചു കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അന്നത്തെ കാലത്ത് അയ്യോ അങ്ങനെയാണെങ്കിൽ സിനിമ ഓടില്ലല്ലോ എന്നാണ് ഫസ്റ്റ് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ സിനിമ എന്താ പറയുക എൻ്റെ ഒരു സുഹൃത്തുക്കൾ തന്നെയാണ് ലിൻഡോ തോമസും പ്രിൻസ് ഹുസൈനും. ഇവർ വന്ന സിനിമ ഒരുമിച്ച് ചെയ്യാമെന്ന് നമ്മൾ 2017 തന്നെ നമ്മളത് അനൗൺസും ചെയ്തു. പിന്നെ 19 ആദ്യം ഷൂട്ട് ചെയ്തു, ഇറക്കി. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ മൃദുൽ, അദ്ദേഹമാണ് ആദ്യം. മൃദുൽ നമ്മുടെ ബി ചാനലിൽ ഒരു ആങ്കർ ആയിരുന്നു ഈ സ്റ്റുഡിയോയിൽ. ഓ ഓക്കെ. എൻ്റെ ചേട്ടനും മൃദുൽ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ സംവിധായകന്റെ കല്യാണത്തിന് ഞാൻ പോയി, അങ്ങനെ മൂവാറ്റുപുഴ വരെ. ഇതിന്റെ സംവിധായകനും ഞാൻ പോകാറുള്ളൂ. മൂവാറ്റുപുഴക്കാരൻ തന്നെയാണ് അതിന്റെ സംവിധായകൻ. കല്യാണം കഴിഞ്ഞ് ഭാര്യയെ കൂട്ടിയിട്ട് അവിടെ വന്നു കൈരളിയിൽ. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതായത് ഈ ഷൂട്ട് മൊത്തം ഒരു ആർട്ടിസ്റ്റിക് സ്പേസ് പോലെ ആയിരുന്നു സിനിമ മൊത്തം കിടന്നത്. അതിൻ്റെ ആർട്ട് ഡയറക്ടർ അനീഷ് നാടോടിക്കാണ് സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത്. കാര്യം ഈ ക്യാരക്ടർ ഒരു ആർട്ടിസ്റ്റ് ആയത് കാരണം കൊണ്ട് കുറേ സ്ക്രാപ്പ് കൊണ്ടുള്ള ഒരുപാട് ഇതുപോലെ ആർട്ട് വർക്ക്സ് ആ ക്രൂവിൽ ഐ മീൻ ലൊക്കേഷനിൽ എപ്പോഴും ഉണ്ടാവുമായിരുന്നു. നമുക്ക് കുറേയൊക്കെ ആ ഒരു ക്യാരക്ടറിലേക്ക് ഇന്നാവാനൊക്കെ അതൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു സ്പേസ് മൊത്തം അങ്ങനെ ഉള്ളൊരു ആർട്ട് വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ ആർട്ടിസ്റ്റുകൾ ഈ അനീഷ് നാടോടിയുടെ ഒരു ഓഡിഷൻ കോൾ പോലെ ഇങ്ങനെ ആർട്ടുകാരെ ആവശ്യമുണ്ട്, ആർട്ടിസ്റ്റുകളെ ആവശ്യമുണ്ട്. കാര്യം ഒരു ബിയനാലെ പോലെ ഒരു സംഭവം നമ്മളവിടെ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒറിജിനൽ ആർട്ടിസ്റ്റുകൾ വന്ന് ഇൻസ്റ്റലേഷൻസ് ഒക്കെ ചെയ്തു പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഒരു വലിയൊരു ഡ്രീം ക്യാച്ചറൊക്കെ ഉണ്ടാക്കി അങ്ങനെ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപക്ഷെ അഹാനയ്ക്കും ആ ഒരു എക്സ്പീരിയൻസ് ഒരുപാട്. ആ സിനിമ പേഴ്സണലി ആ സിനിമ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അതിനെ പറ്റിയിട്ടുള്ള ഹൺഡ്രഡ്സ് ഓഫ് റൈറ്റപ്സ് അതിനെ പറ്റിയിട്ട് ഞാൻ ഇപ്പോഴും കിട്ടി. ഇപ്പൊ DVD ഇറങ്ങി കഴിഞ്ഞ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലെ ക്യാരക്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള സിനിമകളാണ് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യാനായിരിക്കുന്നത്. ഒരു മിനിറ്റ്, ഇതിന്റെ ഇന്നാള് ഹാസിഫ് പറഞ്ഞു ലൂക്കയുടെ ഷൂട്ടിന്റെ ഇടയിൽ എന്തോ പോർട്രേറ്റ് വരയ്ക്കാൻ പറഞ്ഞ സമയത്ത് യു ആക്ച്വലി ഡ്രൂ സംതിങ് ഔട്ട്ലൈൻ. ശരിക്കും വരയ്ക്കാൻ എനിക്ക് അറിയാവുന്ന ഞാൻ എവിടെ പോയി അല്ല, എനിക്ക് അങ്ങനെ നോക്കി വരയ്ക്കാനൊക്കെ കുറച്ചൊക്കെ അറിയാം. നോക്കിയൊക്കെ വരയ്ക്കാം, അല്ലാതെ ശൂന്യതയിൽ നിന്നെടുത്ത് വരയ്ക്കുന്ന പരിപാടിയൊന്നും അറിയില്ല. അല്ല, എന്തായാലും പോർട്രേറ്റ് വരയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ആ വരയ്ക്കൊരു ഫ്ലേവർ ഉണ്ട് അല്ലേ?